നമസ്കാരം, എൻ്റെ പേര് വേദിക. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കൊച്ചേട്ടൻ എഴുതിയ അഹിംസയുടെ ആരൂപമായ ഗാന്ധി എന്ന പ്രസംഗമാണ്. 156 വർഷങ്ങൾക്ക് മുമ്പ് 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തിൽ മാത്രമല്ല, ഈ ലോകത്തിന്റെ സമാധാനകാംക്ഷികളായ നമ്മുടെ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നുണ്ട്. കൂട്ടുകാരെ, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, മഹാത്മാഗാന്ധിയുടെ ജന്മദിനം. ലോക മനസ്സിൽ അഹിംസയുടെയും സത്യത്തിന്റെയും ആരൂപമായി ഗാന്ധിജി വീണ്ടും ഉയരുകയാണ്. ജനകോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന സന്ദേശമായി. കാലം കാണാൻ കൊതിച്ചുറങ്ങിയ സുന്ദര സ്വപ്നമാണ് ഗാന്ധിജി. രാജഭരണം ആഭരണം അണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിലെ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിൽ വ്യവസായ കണ്ണുമായി നുഴഞ്ഞുകയറിയ വിദേശ ശക്തികളെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുരത്താൻ വേണ്ടി പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധി. ഞാൻ നിങ്ങളെ അക്രമം പഠിപ്പിക്കുന്നില്ല, കാരണം ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. എന്നാൽ ജീവൻ പോയാലും ആരുടെ മുന്നിലും തല കുനിക്കാതെ നിൽക്കുന്നത് എങ്ങനെ എന്ന് എനിക്ക് നിങ്ങൾ പഠിപ്പിക്കാൻ സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളിലൂടെ ചലിക്കുന്ന മന്ദിരമായി ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായി മാറിയത്. ഹിന്ദുയിസവും ജൈനിസവും ക്രിസ്തീയതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയിലെയും വിശുദ്ധ ബൈബിളിലെയും അഷ്ടഭാഗ്യങ്ങൾ ദേവസ്വരമായി. ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞു. മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂക്ത അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഊർന്നു വീണതാണ്. ഭാരതത്തിന്റെ ഭാവവും രാഗവും താളവും ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും സമരത്തിലൂടെയും വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ധാരാളം ശിഷ്യഗണങ്ങൾ ഉണ്ടായി. ആചാര്യ വിനോബ ഭാവെ, സർദാർ വല്ലഭായ് പട്ടേൽ, മീര ബഹൻ, CF ആൻഡ്രൂസ്, നർഹരി പരീഖ്, രവിശങ്കർ വ്യാസ്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ എന്നിവർ ഗാന്ധിസത്തിന്റെ അധ്യാപകരായപ്പോൾ ഗാന്ധിജി കാലം രുചിച്ചറിഞ്ഞ ഇന്ത്യയുടെ ഉപ്പുരസമായി. ഗാന്ധി ജയന്തി നമുക്ക് സേവന ദിനമാണ്. മുൻപ് അത് സേവന വാരമായിരുന്നു. ക്ലാസ്സിലെയും മുറ്റത്തെയും കടലാസുകൾ നീക്കിയും പുല്ല് പറിച്ചും കല്ലുകൾ പെറുക്കിയും മാത്രം നമ്മൾ ഈ ദിനത്തെ ആചരിക്കരുത്. ഭാരതീയന്റെ സാമൂഹിക വളർച്ചയുടെ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ ചിദ്രവാസനകളുടെ മാലിന്യങ്ങളും തൂത്തറിയാൻ നമുക്ക് കഴിയണം. ഇന്ത്യ സ്വാതന്ത്ര്യ വഴിയിലൂടെ നടക്കട്ടെ. അതിനായി നമ്മുടെ ക്ലാസും പരിസരവും ലഹരി മുക്തമാക്കണം. നമ്മിലെ ദുശീലങ്ങളും ദുഷിച്ച മൂല്യങ്ങളുടെ ജീർണിപ്പുകളും തുടച്ചു നീക്കുന്നതിനും ഈ ഗാന്ധി ജയന്തിക്ക് നമുക്ക് ഒരു തുടക്കമിടാം. ഭാരത് മാതാ കി ജയ്. നന്ദി.